നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ കോവയ്ക്കയും പയറും ഒക്കെ പിടിച്ചപ്പോഴുള്ള ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ നട്ട് വളർത്തി കൊണ്ടുവന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് അരിയിട്ട് കിളിർത്ത് ഒരു 1-2 മാസത്തിന് ശേഷമുള്ള ഒരു വീഡിയോ ഇത് കാണുന്നത്. അപ്പോൾ ഇത് കിളിച്ച് ഏകദേശം ഒരു പകുതിയൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. നമ്മളിത് അരിയിട്ട് കിളിർത്ത സമയം മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മളിത് നനച്ച് കൊടുക്കുമായിരുന്നു. ഇതിപ്പോൾ വെണ്ടയാണിത് കിളിച്ചിരിക്കുന്നത്. ഇത് പാവൽ, പയർ, പിന്നെ കോവലിൻ്റെ വള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ അത് കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്, മേലോട്ട് കിളിച്ച് കയറി വരുന്നുണ്ട്. ഇനി നമുക്കിത് കിളിച്ച് കുറച്ചുകൂടെ വലുതായി വരുന്നതിനനുസരിച്ച് നമുക്ക് മുകളിൽ ഒരു വല കെട്ടിയിട്ട് നമുക്കൊരു പന്തലിട്ട് കൊടുക്കണം. അപ്പോൾ അതിലേക്കത് പടർന്ന് കയറിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു കിളിച്ചൊരു പകുതിയായി കിളിച്ച് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് കോവൽ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് മുകളിൽ ഒരു വല കെട്ടിയിട്ട് നമ്മൾ അതിലേക്കാണ് ഇപ്പോൾ ഇത് പടർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് പൂ പിടിച്ച് അതിൽ കായ്ഫലം ആയി വരുന്നുണ്ട്. നമ്മൾ കണ്ട വല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആണ് നമ്മളിത് പടർത്തി വിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കോവയ്ക്ക പിടിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ പൂ പിടിച്ച് നിൽക്കുന്ന കാണുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, പാവൽ, പയർ ഇതെല്ലാം പിടിച്ച് കിടക്കുന്നത് കാണാം. ഇതിൽ ഈ കുമിൾ രോഗം അങ്ങനെയുള്ള പ്രാണികളുടെ ശല്യം ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പാൽക്കായം എന്ന് പറഞ്ഞൊരു കായം വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് വെള്ളത്തിൽ കലക്കുക, നല്ല രീതിയിൽ കലക്കിയിട്ട് നമുക്കത് ഒരു സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ നിറച്ചിട്ട് നമുക്കത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ അടിച്ചു കൊടുക്കാമെങ്കിൽ, ഇലകളിൽ നല്ല രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ ഇതിന് ഈ പ്രാണികളുടെ ശല്യം ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് ഈ ഇലയൊക്കെ തഴച്ച് വളരുന്നത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഇത് അടിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തഴച്ച് വളരും. ഇതിപ്പോൾ പാവയ്ക്ക പിടിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം.